ഹായ് ഡിയേഴ്സ്. ഈ ഒരു ചൂടുകാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി ട്രൈ ചെയ്താലോ? ഈ ഒരു ക്രീമി കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കുറച്ച് പാലും കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ മാറ്റി വെക്കാം. ചൂടാവാൻ വേണ്ടി വെച്ച പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു കസ്റ്റേർഡിനെ കുറച്ചും കൂടി റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രോബെറിയുടെ ജെല്ലി മിക്സ് ഉപയോഗിച്ചിട്ട് ഒരു ജെല്ലി ഉണ്ടാക്കി ഞാൻ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത കസ്റ്റേർഡിലേക്ക് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫ്രഷ് ക്രീമാണ്. ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ആപ്പിളും മാംഗോയും പൊമഗ്രാനൈറ്റും കാഷ്യൂനട്ടും മധുരം കുറച്ച് കുറവായത് കാരണം ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ ജെല്ലി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ക്യൂബ്സ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡും ഫ്രൂട്ട്സും നട്ട്സും ജെല്ലിയും കൂടെ കൂടിയിട്ട് മിക്സഡ് ഫ്ലേവറാണ് ഇതിന് വരുന്നത്. അപ്പോൾ എപ്പോഴും കസ്റ്റേർഡ് ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല റിഫ്രഷിംഗ് ആണ്, നല്ല ടമ്മി ഫീലിംഗ് ആണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കണേ.